യൂറിക് ആസിഡും വൃക്കരോഗങ്ങളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഉയർന്ന യൂറിക് ആസിഡ് മൂലം വൃക്കയിലെ കല്ലിന്റെ പ്രശ്നങ്ങൾ മുതൽ വൃക്കസ്തംഭനം വരെ ഉണ്ടാകാം. ഗൗട്ട് രോഗികളിലാണ് വൃക്കയിലെ കല്ല് കൂടുതലായി കാണപ്പെടുന്നത്. യൂറിക് ആസിഡിന്റെ രക്തത്തിലെ അളവ് കൂടുന്നതിനനുസരിച്ച് വൃക്കയിൽ കല്ല് രൂപപ്പെടാനുള്ള സാധ്യതയും കൂടുന്നു. യൂറിക് ആസിഡിന്റെ അളവ് 13 മില്ലിഗ്രാം ആകുമ്പോഴേക്കും 50% ആളുകളിലും വൃക്കയിൽ കല്ല് ഉണ്ടാകുന്നു. മറ്റു ചില അവസരങ്ങളിൽ യൂറിക് ആസിഡ് പരലുകൾ വൃക്കനാളികളിലും മൂത്രനാളിയിലും അടിഞ്ഞുകൂടി തടസ്സമുണ്ടാക്കി ഗുരുതരമായ വൃക്കസ്തംഭനത്തിന് കാരണമാകുന്നു. രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് പെട്ടെന്ന് ഉയരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ലിംഫോമ, ലുക്കീമിയ തുടങ്ങിയ അർബുദത്തിന്റെ ചികിത്സയെ തുടർന്ന് അർബുദകോശങ്ങൾ പെട്ടെന്ന് നശിക്കുമ്പോൾ യൂറിക് ആസിഡ് പെട്ടെന്ന് ഉയരാം. ശരിയായ ചികിത്സ കൃത്യസമയത്ത് നൽകുകയാണെങ്കിൽ വൃക്കസ്തംഭനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും. അർബുദത്തിന്റെ ചികിത്സ ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ മൂത്രനാളികളിലും വൃക്കനാളികളിലും യൂറിക് ആസിഡ് പരലുകൾ അടിഞ്ഞുകൂടാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്.